ഈ അമ്മമ്മമാരുടെയും മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെ ഒക്കെ കഥകൾ പറയുമ്പോഴേ ഒരമ്മമ്മയുടെയും കൂടി കഥ പറയാണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്കും അനുചേച്ചിക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, സുധ ടീച്ചർ. സുധ ടീച്ചർ പഠിച്ചതും കേന്ദ്ര വിദ്യാലയം എന്നാണ് കേട്ടോ. ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, അതിലൊക്കെ പെടുന്ന ആളാണ് കേട്ടോ സുധ ടീച്ചർ. ഞങ്ങൾക്കൊക്കെ അമ്മയെ പോലെ അല്ല, അമ്മ എന്നെ അങ്ങനെയായിരുന്നു സുധ ടീച്ചർ. നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മമാർ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ലേ, അതേപോലെ ഒരുപാട് സ്ഥലത്തേക്ക് ടീച്ചർ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളെന്നെ. അതുപോലെ കമലൂട്ടിയമ്മേനെ അല്ലെങ്കിൽ മാധവിക്കുട്ടിയമ്മേനെ ആദ്യമായിട്ട് ഞാൻ അറിയണത് ടീച്ചർ വഴിയാണ്. ഞങ്ങൾക്ക് 12th മൈ മദർ at 66 എന്ന് പറയുന്ന ഒരു പോയം ഉണ്ടായിരുന്നു പഠിക്കാൻ. അപ്പോൾ പറഞ്ഞു വന്ന അമ്മമ്മ ടീച്ചറുടെ അമ്മയാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ടീച്ചറുടെ വീട്ടിൽ പോയി നിൽക്കും. അപ്പോൾ ഞാൻ അമ്മമ്മയുടെ കൂടെ ഉണ്ടാവുക. അമ്മമ്മ അനന്തുട്ടാന്ന് തന്നെ വിളിക്കുക. എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ അമ്മമ്മയുടെ കൂടെ കേട്ടോ കിടക്കുക. അമ്മമ്മ എന്നെ ഇങ്ങനെ മുറുക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അമ്മമ്മ ഭാഗവതത്തിലത്തെയും മഹാഭാരതത്തിലത്തെയും രാമായണത്തിലത്തെയും ഒരുപാട് കഥകൾ പറഞ്ഞു തരും. അജാമിളമോക്ഷമൊക്കെ പറഞ്ഞു തന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മമ്മയുടെ കാരോലപ്പം. അമ്മമ്മയുടെ കാരോലപ്പം അടിപൊളിയാട്ടോ. അമ്മമ്മ നെയ്യിലെ കാരോലപ്പം ഉണ്ടാക്കുക. അമ്മമ്മ എപ്പോഴും ചിരിച്ച മുഖത്തിലാണ് ഉണ്ടാവുക. ആ ചിരിച്ച മുഖത്തിൽ കാണാൻ ഭയങ്കര ഐശ്വര്യ. എൻ്റെ ബാല്യം ഇത്ര മനോഹരാക്കി തന്നതിന് എല്ലാ അമ്മൂമ്മമാരോടും മുത്തശ്ശിമാരോടും ഞാൻ കടപ്പെട്ടിരിക്കണം. എന്നാൽ ശരി, പോയിട്ട് പണിയുണ്ട്.